പിന്നെ ഇന്ന് നമ്മൾ ഒരു എന്നാ പറയുന്ന ഒരു മീനിൻ്റെ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്നോ, നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സമയം തൊട്ടേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പാട്ടുകാർ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന അദ്ദേഹം വലിയൊരു പാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഭയങ്കര സിനിമാ പാട്ടും മറ്റേ അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അല്ല കേട്ടോ, അദ്ദേഹം ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സ്പെഷ്യലായിട്ടൊരു സ്ഥാനം തന്നെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ, അദ്ദേഹം വേറെ ആരുമല്ല, കാവാലം ശ്രീകുമാർ സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് ലക്ഷ്മി ചേച്ചിയാണ് ഇന്നിവിടെ വരുന്നത്. ഇദ്ദേഹം നമ്മുടെ മനസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നു എന്നൊക്കെ വളരെ കുറവാണ്. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ ജപിക്കുന്നുണ്ട്, പിള്ളേർക്കും എനിക്കറിയാവുന്ന കൂട്ടമൊക്കെ ജപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും സന്ധ്യയ്ക്കൊക്കെ ഇച്ചിരി നാമമൊക്കെ ജപിക്കണമെന്ന് വെച്ചാൽ മിക്കപ്പോഴും നമ്മൾ ഈ സാറിൻ്റെ പാട്ടുകളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഭക്തി കൊണ്ടുവരുന്നത് കൂടുതലും സാറിൻ്റെ വരികളിൽ കൂടി തന്നെയാണ്. പിന്നെ കാവാലം ശ്രീകുമാർ സാറാകുമ്പോൾ അദ്ദേഹം ശരിക്കും ആലപ്പുഴ സൈഡിലൊക്കെ ഉള്ള ആളല്ലേ, അപ്പം ശരിക്കും മീനിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നാണെന്നറിയോ, നമുക്ക് ഈ മീൻ കൊണ്ട് ഇന്ന് നമുക്കൊരു പ്രത്യേക വിഭവം ചെയ്യാം എന്ന് പറഞ്ഞ് മറ്റേ എന്നാ പറയുന്നത്, നമ്മൾ മാണിസാറിന് കൊടുത്ത കൂട്ട് ഭയങ്കര ചുമന്ന റെഡ് മീൻകറിയൊന്നും അല്ല. ഇന്ന് ഇച്ചിരി ഒരു കുറച്ച് വ്യത്യാസമായ മീൻകറിയാണ്. പക്ഷേ എന്നാന്നോ, ഈ മീൻകറി നമ്മൾ ഒന്ന് ഇത് എരിവ് ഒത്തിരി കൂടിയ മീൻകറി ഒന്നുമല്ല, സെമി മീൻകറിയാണ്. അത് ശരിക്കും ഈ ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ലയാ. പക്ഷേ എന്നാ പറയുന്നത്, ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മൾ ഈ മീൻകറിയൊക്കെ വെച്ച് ചട്ടിയിൽ അങ്ങോട്ട് മീൻ തീരുമ്പോഴത്തേന് ഇതിനകത്തോട് ചട്ടിക്കകത്തോട് ചോറിട്ട് തിന്നണമെന്ന് പറയുന്ന കൂട്ടി ഇത് തിന്നാൻ ഒക്കുവല്ല. പക്ഷേ ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് എന്നാന്നറിയോ, നല്ല അപ്പം. ഒന്ന് നമ്മുടെ മന്ദാരപ്പൂ അപ്പം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലപ്പം. ഇത് രണ്ടും കൂട്ടി തിന്നാൻ നല്ല സ്വാദാണ്. ഈ കല്ലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വലിയ വ്യത്യാസമോ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ പോലത്തെ ഞാൻ ഈസ്റ്റ് ഒന്നും മറക്കാതെ പറഞ്ഞു തരാം. ഈസ്റ്റ് ഇട്ടോളൂ, അപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഒത്തിരി പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, കുഞ്ഞ് ഈസ്റ്റ് ഇടണ്ടേന്ന്. സത്യം കേട്ടോ, ഈസ്റ്റൊക്കെ ഇടുമ്പം അതിൻ്റേതായ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അപ്പത്തിൻ്റെ മാവ് പൊങ്ങത്തുള്ളൂ. പക്ഷെ എന്നാലും കള്ളിട്ട് നമ്മൾ കുഴച്ച് വെക്കുന്നതിൻ്റെ അത്രയും ആരോഗ്യമൊന്നും ഈസ്റ്റിനൊന്നും ഇല്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ഞാനത് പറയാഞ്ഞ്, പിന്നെ ഇപ്പോൾ കള്ളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി ഈസ്റ്റ് ഇട്ട് അപ്പത്തിന് കലക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നല്ലൊരു മീൻകറി. ശരിക്കും കേട്ടോ, അത് നല്ലൊരു മീൻകറിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വൈകുന്നേരം ഡിന്നറിന് അപ്പവും ഈ മീൻകറിയൊക്കെ വെച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഈ മീനിന് ഇന്ന മീൻ പറ്റത്തുള്ളൂ, എന്നാ നെമ്മീനെ ഒക്കത്തുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് എന്നാ മീൻ വേണേലും വെക്കാം. പിന്നെ എന്നാ പറയുന്നത്, കഷ്ണ മീനാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്. ഇതിപ്പം ഒരു കഷ്ണ മീനാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അത് ഒരു 1/2 കിലോ, അതായത് ഒരു ഏകദേശം ഒരു 16 കഷ്ണം നമ്മുടെ കറി കഷ്ണമായിട്ട് മുറിച്ചേക്കുക. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് പച്ചമുളക് എരിവ് അനുസരിച്ച് വേണം നമ്മൾ ഇടാൻ. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തരിഞ്ഞതാ. പിന്നെ ഇതില്ലാതെ നോക്കുകയല്ല, കറിവേപ്പില. ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം എരിവ് കൂട്ടുകയും കുറയ്ക്കാനും. പിന്നെ വേണ്ടിയ കുറച്ച് മല്ലിപ്പൊടി മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതാ കണക്ക്. പിന്നെ ഉലുവ, ഇതിനകത്ത് ഇച്ചിരി ഉലുവ വേണം. ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരി ഒന്ന് കടുക് വറുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇച്ചിരി കടുക്, വറ്റൽമുളക്, അതും കടുക് വറുക്കാൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2-3 കൂട്ടാം. ഇതിന് നമ്മുടെ വെളിച്ചെണ്ണയാണ് വേണ്ടിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മീൻകറിക്ക് ഞാൻ ഇടാൻ പോകുന്ന പുളി എന്നാന്ന് വെച്ചാൽ പിഴിപുളി, അതായത് സാമ്പാർ പുളിയല്ല. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ കുടംപുളിയാണ് ഇടാനോ പോകുന്നത്. ഒത്തിരി പുളിയുള്ള പുളി കാണും, അത് നോക്കിച്ച് വേണം ഈ പുളി ചേർക്കാൻ. പിന്നെ വേണ്ടിയത് നമുക്ക് 2 പാല്, മീൻ വേവാനുള്ള പാല്. പിന്നെ വേണ്ടിയത് തലപ്പാൽ, അത് ഇച്ചിരി മതി. കുറച്ചൊന്ന് മീനൊന്ന് തിളച്ച് വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന ഗ്രേവി തലപ്പാൽ വെച്ച് വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ചിട്ട് നല്ലോണം ചൂടാവണം. ഒരു 1/2 ടീസ്പൂൺ കടുകൊക്കെ നമുക്ക് അളവറിയാമല്ലോ എന്നാ വേണ്ടിയെന്നുള്ളത്. ഇനി ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പോവാം.
ടേബിൾ സ്പൂൺ കണക്കാക്കിയോ അതിനൊരു 6 സ്പൂൺ എണ്ണ ഒഴിക്കാം. കാര്യം എന്നാന്നോ, നമുക്ക് കടുക് പൊട്ടണം. അതുമാത്രമല്ല നമുക്ക് ഈ എന്നാ പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം വഴറ്റണം. അപ്പോൾ ആ വഴറ്റാനുള്ള എത്രയും എണ്ണ അതിനകത്ത് വേണം. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൽ മീനും ഇറച്ചിയും ഒക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് പ്രിഫറൻസ് വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുക. ഇതിനകത്തോട്ട് ഇച്ചിരി ഉലുവയും എപ്പോഴും ഒരുപാട് ഇടൽ, ഒരു 3-4 എണ്ണ ഇടാവുള്ളൂ. കാര്യം എന്നാണെന്നറിയോ, ഉലുവയ്ക്ക് കയ്പുണ്ട്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. പിന്നെ എന്നാ പറയുന്നത്, കടുകും ഉലുവയും ഒന്ന് പൊട്ടണം. ഈ മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് എന്നാ പറയുന്നത് ചെറിയ ഉള്ളി ഇടാൻ വേണമെങ്കിൽ, അതല്ല സവാള വേണമെങ്കിൽ ഇടാം. ഗ്രേവി എത്ര വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഇടാം. പിന്നെ എന്നാ പറയുന്നത്, ഈ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചൊക്കെ നമുക്ക് എന്നാ ആ ഒരു ഫിഷ് മോളിയുടെ ഒക്കെ ടേസ്റ്റ് വരും. അതുകൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഫസ്റ്റ് പ്രിഫറൻസ്, അത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ അതൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാദ് കുറവൊന്നുമില്ല, ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ് ആദ്യം ഇടാൻ പോകുന്നത്. കുറച്ച് കറിവേപ്പില, ഇത് വേണ്ടിയിട്ട് തന്നെ ഇടുന്നതാണേ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവ്വ അങ്ങോട്ട് മാറിയതിന് ശേഷമേ നമുക്ക് എന്നാ പറയുന്നത് തക്കാളിയൊക്കെ ഇടാവുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇടാം. പച്ചമുളക് ശരിക്കും എരിവ് കണക്ക് പറയുവാണെങ്കിൽ ഒരു 2 കഷ്ണം മീനിന് 1 പച്ചമുളക്, അതാ അതിൻ്റെ എരിവ്. കാര്യം വെച്ചാൽ എന്നാ പറയുന്നത് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല അത് എങ്ങനെ അതിൻ്റെ മൂപ്പ് അറിയുന്നതെന്ന് വെച്ചാൽ, അത് കുറച്ചൊന്ന് എന്നാ പറയുന്നത് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉള്ളി വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് ക്രിസ്പി പോലെ ആവും. അതാ അതിൻ്റെ ആ പച്ചച്ചൊവ്വ മാറി നമുക്ക് മനസ്സിലാവുന്നത്. പച്ചമുളക് നമ്മൾ പിന്നെ ഇട്ടേക്കുന്നത്. പക്ഷെ എന്നാന്നോ, ആ പച്ചമുളക് ഗ്രാജുവലി നമ്മൾ തന്നെ തക്കാളി ചേർക്കുമ്പോഴും ഒക്കെ അതിൻ്റെ പച്ചമണം തന്നെ മാറിക്കോളും. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവ്വ എത്രയായാലും നമ്മൾ അത് മാറ്റാതെ നമ്മൾ പൊടിയിടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വഴറ്റാൻ ഒക്കുകയില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തക്കാളി ഇടാൻ പോവാം. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴറ്റണം. നല്ലതായിട്ടെന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ തൊലി ഇങ്ങനെ മാറണം, എന്നിട്ട് അത് ആ പൾപ്പ് പോലെ ഒന്ന് ആവണം. അതാ അതിൻ്റെ ആ ഒരു കണക്ക്. തക്കാളി കുറച്ചൊന്ന് എന്നാ പറയുന്നത് വഴണ്ട് അതിൻ്റെ ആ ദശ ഒന്ന് വിട്ടു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പൊടി ചേർക്കാം. കാര്യം എന്നാണെന്നറിയോ, ഇപ്പോൾ പൊടി ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ തക്കാളിക്ക് ബേസിക്കലി ഒരു ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം നമുക്ക് ആ പൊടി മൂക്കാനും ആ കണ്ടന്റ് നമ്മളെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് എന്നാന്നോ പച്ചച്ചവ മാറും. എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട. കാര്യം നമുക്ക് എന്നാ വെച്ചാൽ തേങ്ങാപ്പാലുണ്ട്. എപ്പോഴും എന്നാന്ന് വെച്ചാൽ നമ്മൾ പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേന് എപ്പോഴും സിമ്മാക്കി വെച്ചേച്ച് വേണം പൊടി ചേർക്കാൻ, അല്ലെങ്കിൽ പൊടി മൂത്തു പോകും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്കിന് ഈ എന്നാ പറയുന്നത് ഒത്തിരി കുമിച്ചങ്ങോട്ട് എടുക്കണ്ട. ടേബിൾ സ്പൂൺ ഒന്ന് നമ്മൾ തട്ടിയിട്ട് എടുക്കുന്ന ഒരു നിറവില്ലേ, അത് മതി. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി. ഇനി ഈ പൊടി കുറച്ചൊന്ന് മൂക്കണം. മൂത്ത് എന്നാ പറയുന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം, അതതിൻ്റെ കണക്ക്. ഈ എണ്ണ തെളിയാൻ ഞാൻ ഇന്നലെ പറഞ്ഞതില്ല ഏറ്റവും നല്ല വിധി എന്നാണെന്നറിയാമോ, ഇച്ചിരി ഇപ്പം നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാലുള്ളതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്നാ വെള്ളം ആന്നേലും ഇച്ചിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തീ കൂട്ടി വെക്കുക. ഇനി ആ എന്നാ പറയുന്നത് ആ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാല്ലേ, ചിര. ഒരു നിവൃത്തിയില്ല കേട്ടോ, എനിക്ക് കറിവേപ്പില അടുത്തിരുന്നാലേ വലിയ കുഴപ്പമാണ്. എപ്പോഴും നമ്മൾ എന്നാ ഇട്ടേക്കുന്ന പൊടി മൂക്കാതെ നമ്മൾ എന്നാ പറയുന്ന മീനോ അങ്ങനെ എന്നേലും വെക്കുവാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് വരികയില്ല. അതുകൊണ്ട് ഇച്ചിരി മൂക്കണം. ഇപ്പം നമ്മുടെ എന്നാ ഇട്ടേക്കുന്ന പൊടി എല്ലാം മൂത്തു. തക്കാളി ആണെങ്കിൽ എന്നാ പറയുന്നത് ആ ഫ്ലഷൊക്കെ മാറി. ഇപ്പം ആ തൊലി മാത്രം ഇതിനകത്തായിട്ട് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിയില്ലേ,
ഇതിപ്പോൾ നല്ല പുളിയായി പുളിക്ക്, അതുകൊണ്ട് ഞാൻ 2 കഷ്ണേ എടുത്തു വെച്ചോളൂ. പിന്നെ നോക്കിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മീനും ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പുളി വേണമെങ്കിൽ ഒരു കഷ്ണവും കൂടെ ചേർക്കാം. ഈ പുളി എപ്പോഴും ചുമ്മാ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കീറിയിട്ടേക്കുന്നത്. ഈ പുളിയും ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീനിടണം. ഈ മീനിടുന്ന സമയം തീ നല്ല സിമ്മാക്കിക്കോണേ. ഈ മീനിനകത്തോട്ട് ഈ അരപ്പെല്ലാം നല്ലതായിട്ട് അങ്ങോട്ട് ചേർക്കുക. ഈ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ്. മീനിന് ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുക, നല്ല ഉപ്പും പുളി എരിവൊക്കെ വേണം. ഈ മീൻ കറിക്ക് ചിലപ്പോൾ അത്ര ഒക്കുകയില്ല. പിന്നെ വേണ്ടിയ ആൾക്കാർക്കാണെങ്കിൽ പച്ചമുളകും കൂട്ടാം. ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി 50-50 ബേസിസ് ആക്കാം. എന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും മറ്റേ സാധാ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇപ്പം നമ്മൾ 2 ഇട്ടേക്കുന്നത്, അങ്ങനെ ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു 2 വറ്റൽമുളക്, പിന്നെ നമ്മുടെ 2ാം പാല്. എന്നാന്നറിയോ, മീനിനും ഇറച്ചിക്കും ഉള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ മീനിന് ഒത്തിരി വേവില്ല ഇറച്ചിയെ കൂട്ട്, അതുകൊണ്ട് ഒരുപാട് ഒഴിക്കേണ്ട 2ാം പാല്. ഒരുപാട് ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നമുക്ക് നാളെ എന്തിനേലും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ മീൻ നോക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ നോക്കിയേ ചോദിച്ചേച്ചാൽ മതി. അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഒന്ന് നികത്തി ഒഴിച്ചേച്ചാൽ മതി. ഇനി തീ കൂട്ടി വെക്കുക. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തു, പുളി ചേർത്തു, എന്നാ പറയുന്നത്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഉപ്പും പുളിയും ഒന്ന് നോക്കിയാൽ ഒക്കുകയില്ല. അതൊന്ന് തിളച്ച് മീനെ പിടിച്ച് കഴിയുമ്പോഴത്തേനെ അത് അറിയാനൊക്കത്തുള്ളൂ. നമ്മൾ വേവാൻ വെച്ച് മീൻകറി നല്ലതായിട്ട് വെന്തു. പിന്നെ ഈ മീൻകറിക്ക് ഒക്കെ ഉള്ളൊരു നല്ല മണമുണ്ട് കേട്ടോ. ഈ മീൻകറിക്കൊക്കെ ഉള്ളവരെന്നാണെന്നറിയോ, നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ ഈ മീൻ ഇട്ടേച്ച് പിന്നെ ഈ സ്പൂൺ ഇട്ട് ഇളക്കിയാൽ മിക്കവാറും മീൻകറി ഒരു തോരനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയായിട്ട് മാറും. അതുകൊണ്ട് കഴിയുന്നതും ഈ ചട്ടിയെ പിടിച്ചിങ്ങനെ എന്നാ പറയുന്നത്, ഇങ്ങനെ കുലുക്കിയേച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ചട്ടി നല്ല ചൂടാണ്. എന്നാലും ഞാൻ അഥവാ നമ്മൾ സ്പൂൺ ഇടുവാന്നേൽ ഈ കഷ്ണം അങ്ങോട്ട് നീക്കി അതിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് അടി പിടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയേച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ തുണി വെച്ച് ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചേച്ചാൽ മതി. ഇപ്പം നമ്മുടെ മീൻ കറിയിൽ നമ്മൾ ഒഴിച്ച പാലൊക്കെ ആണെങ്കിൽ ഏകദേശം വറ്റി കഴിഞ്ഞു. ഇനി ഈ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉപ്പോ പുളിയോ എരിവോ എണ്ണയിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോണം. ഇപ്പം എനിക്ക് നോക്കിയേച്ചാൽ ഒന്നും വലിയ കുഴപ്പമില്ലെന്നല്ല, ഉപ്പും പുളിയൊക്കെ എൻ്റെ ഭാഗത്തിനുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളവരൊക്കെ അത് ചേർത്തോണം. ഇനി ഇപ്പം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് തലപ്പാൽ. ഒത്തിരി തലപ്പാൽ ഒഴിക്കേണ്ട, കാര്യം ചാറനുസരിച്ച്. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കുറുകിയ പരുവായിരിക്കണം, എന്നാൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ വെച്ച തലപ്പാലിൻ്റെയും മീനിൻ്റെയും ഒക്കെ വെള്ളം അതിനകത്തുണ്ട്. അപ്പം ചാറ് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത് നോക്കി ഒഴിച്ചാൽ മതി. എന്നാൽ പിന്നെ മീൻകറിയല്ലേ ഇച്ചിരി ചാറ് അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ പറയുന്ന പോലെയൊക്കെ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ രുചി അങ്ങ് പോയെന്നിരിക്കും. അതുകൊണ്ട് കണക്കാക്കി ഒഴിച്ചേച്ചാൽ മതി. ഇനി ആ തീ അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചേച്ചാൽ മതി. അപ്പോൾ നല്ലതായിട്ട് ഈ പറഞ്ഞ പോലെ ആ വെള്ളം അങ്ങോട്ട് നല്ലതായിട്ട് ഊറി വരും. അതിൻ്റെ ആ എന്നാ പറയുന്നത്, മീൻ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകില്ല, കണക്കിനിരുന്ന് വേവത്തേ ഉള്ളൂ. ഇനി 1ാം പാലം ഒഴിച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ എൻ്റെ മീൻ കറിയിൽ ആ ഇരുന്ന ബൗളിൻ്റെ പകുതി കറിവേപ്പിലയോളവും ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്നാ കാര്യം, ഞാൻ ഇനി ഇടും, ഇച്ചിരി ഇടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ നിറഞ്ഞ് നിൽക്കുക. എന്നാലും എന്നാ ആ ഒരു പച്ചമണമൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി രുചി കൂടും. സാധാരണ മീൻകറിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ലാസ്റ്റ് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചാൽ എല്ലാം വഴറ്റി. അതുകൊണ്ട് ഇനി എണ്ണ ഒഴിച്ചാൽ മിക്കവാറും നിങ്ങൾ എന്നെ തല്ലും. അതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ മീനും ഇറച്ചിയും ഒക്കെ വെക്കുവാന്നേലുണ്ടല്ലോ, തലേന്ന് വെച്ച് വെക്കുന്ന ഏറ്റവും രുചി. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് എന്നാ പറയുന്നത്, അത് തിളയ്ക്കാനൊന്ന് വിട്ടു കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കല്ലപ്പം ഉണ്ടാക്കാമെന്ന്. ഈ കല്ലപ്പം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മന്ദാരപ്പൂ അപ്പം ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സെയിം കൂട്ട് തന്നെയാണ്
നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയത്. പക്ഷേ എന്നാ പറയുന്നത്, അതിൻ്റെ ഒരു ഭാഷ മാറും. എന്നാന്ന് വെച്ചാൽ മന്ദാരപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൂ പോലെയല്ലേ ആക്കിയെടുത്തത്. ഇത് അങ്ങനെയൊന്നുമല്ല, ദോശ പോലെ നമ്മുടെ കല്ലിൽ ഒഴിക്കുന്നതിനാണ് ഈ കല്ലപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ ആഹാ ഇതാണോ വലിയ കാര്യം. പക്ഷേ എന്നാലും മന്ദാരപ്പൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഒരു കല്ലപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് ശരിക്കും ഞാൻ അങ്ങനെ തന്നെ അരച്ച മാവ്. എന്നാന്ന് വെച്ചാൽ പച്ചരി, കരിക്ക്, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്, ഇച്ചിരി ഈസ്റ്റ് പറഞ്ഞേ ഈസ്റ്റ് ഇടണം. അതല്ല ചിലപ്പോൾ നല്ല കള്ളൊക്കെ കിട്ടുവാണെങ്കിൽ കള്ളിൽ കുഴച്ച് വെക്കുന്ന ഏറ്റവും നല്ല. ഇതിനകത്ത് ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് എന്നാന്ന് പറയുന്നത് വെച്ചാൽ ഓരോരുത്തരുടെ ഏതോ അനുസരിച്ച് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇടുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അരച്ച് വെച്ച മാവാ. ഈ അപ്പത്തിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒത്തിരി പേര് പറയും അരച്ച് വെച്ചാൽ അതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന്. അതെന്നാണെന്നറിയോ, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പാൻ വയ്ക്കാം. എൻ്റെ മീൻ നല്ലതായിട്ട് അങ്ങ് തിളച്ചു. ഇനി ഞാനങ്ങ് ഓഫ് ചെയ്യുക. ഇനിയും കറിവേപ്പില ഇട്ടാൽ നിങ്ങൾ എന്നെ തല്ലും, മതി. ഈ അപ്പത്തിന് ചിലരൊക്കെ പറയും എന്നാന്ന് വെച്ചാൽ അരച്ചേച്ച് ശരിയായില്ല എന്നൊക്കെ. എന്നാന്നറിയോ, ഒരു ടെൻഷനും വേണ്ട. പിറ്റേ ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് അതിനൊരു 4 hours ബിഫോർ, എപ്പോഴാണെന്ന് വെച്ചാൽ വൈകുന്നേരം ആണെങ്കിൽ അങ്ങനെ, ഉച്ചയ്ക്ക് അങ്ങനെ 4 hours ബിഫോർ, പിന്നെ രാവിലെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് ആട്ടി വെക്കുക. അതനുസരിച്ച് നമ്മൾ അപ്പം ചൂട്ടാൽ മതി. ഇപ്പം ഞാൻ വേണ്ട ഇവിടെ കല്ലപ്പം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കാര്യം പറഞ്ഞതാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ചുമ്മാ നമ്മുടെ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. മന്ദാരപ്പൂ അപ്പം ഉണ്ടാക്കിയോണ്ട് ഇങ്ങനെയും അപ്പം ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരുക. ഇത് ശരിക്കും ഒരു തവി മാവ്. ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്നാന്നോ, നമ്മൾ ശരിക്കും തീ ഒത്തിരി സിമ്മാക്കി വച്ചേക്കണം. കൂട്ടിക്കഴിഞ്ഞാൽ ഒക്കുകയില്ല. പിന്നെ ഇത് മറിച്ചിടുന്നില്ല. അതിന് പകരനാന്ന് വെച്ചാൽ നമ്മൾ അടച്ചിട്ടാണ് ആ അപ്പം ഉണ്ടാക്കുന്നത്. വലിയ പാടൊന്നുമില്ല. പക്ഷെ എന്നാന്നറിയോ, നമ്മുടെ മന്ദാരപ്പൂ അപ്പം പോലെ സ്പീഡി ആവുകയില്ല. ഇതൊന്ന് വേവാനുള്ള നേരം കൊടുക്കണം, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ഒരു 3-4 അപ്പം ഇങ്ങനെ ചുട്ടെടുക്കണം. അതതിൻ്റെ പരുവം എങ്ങനെ ആയി നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് ബബിൾസ് പോലെയൊക്കെ ദോശ പോലെ ആവുക എന്നുവെച്ച് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പച്ചമാവ് മുഴുവൻ അങ്ങ് മാറിയിട്ട് അത് അപ്പത്തിനെ പോലെ തന്നെ ആവും. അപ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് വെന്ത് കാണും. വെന്തില്ല എന്ന് മനസ്സിലാക്കുന്ന അവിടെ ഇവിടെ എവിടെയെങ്കിലും ഈ പച്ചമാവ് കാണും. അന്നേരം ഒന്നുകൂടെ ഒന്ന് അടച്ചിടുക. പിന്നെ മധുരം കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ താഴ്ഭാഗം നല്ല മൊരിഞ്ഞും കരിഞ്ഞും വരും. അതുകൊണ്ട് ഒരുപാട് മധുരം ഇടരുത്, കുറച്ച് മധുരം ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതേണ്ടേ അപ്പം ആയി കഴിഞ്ഞു, നല്ല സോഫ്റ്റ് അപ്പം. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എന്നാ പറയുന്നത്, എണ്ണ തേക്കണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല. പക്ഷെ എന്നാലും ആദ്യം ഒരു അപ്പം ഒഴിക്കുമ്പോഴത്തേക്ക് തേച്ചോണം കേട്ടോ. ഇത് പിന്നെ ദോശ പോലെ പരത്താൻ ശ്രമിക്കരുത്, ആവത്തില്ല. ഇങ്ങനെ അപ്പാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ എന്നാ പറയുക, ഞാൻ മിക്ക അപ്പവും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഒരപ്പവും കൂടെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്ലപ്പം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് തീ ഓഫ് ചെയ്തേച്ച് എന്നാ പറയുക, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പാൻ ഒക്കുകയില്ല. അന്നേരം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മാറ്റണേ. നമ്മുടെ മീൻകറി എന്തായി എന്നൊന്ന് നോക്കട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് എന്നാ പറയുന്നത്, എൻ്റെ കറിവേപ്പില നമ്മൾ ഇട്ട പച്ച കറിവേപ്പില ഒന്ന് വാടിയിട്ടുണ്ട്. അധികം ചാറില്ല. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ചാറേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ചാറ് ആവശ്യത്തിന് വേണ്ടിയ പോലെയൊക്കെ നിങ്ങൾ ചേർത്തോണം. ഞാൻ ഇച്ചിരിയേ ചേർത്തിട്ടുള്ളൂ. ഇതേണ്ട നമ്മുടെ മീൻകറി ഉണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. എന്നാ പറയുന്നത്, ബാക്കിയൊക്കെ എന്നാ പറയുന്നത് എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ നോക്കിക്കോണം. ഇതാണ് നമ്മുടെ കല്ലപ്പം. ഇത്രയേ ഉള്ളൂ.